ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. കുറച്ച് ലേറ്റ് ആയി പോയി ഈ മൂവി കാണാനായിട്ട്. പെണ്ണ് കേസ് എന്ന് പറയുന്ന മൂവി എന്നെ കാണാതിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മലയാളത്തിൽ നിന്ന് വന്ന പുതിയൊരു പടമാണ്. നിഖില വിമൽ മെയിൻ കഥാപാത്രമായിട്ട് വരുന്ന ഒരു പടമാണ്. നിഖില വിമൽ മാത്രമല്ല, ഹക്കീം ഉണ്ട്, പിന്നെ രാജു വർഗീസ് ഉണ്ട്, രമേഷ് പിഷാരടി ഉണ്ട്, പിന്നെ ഇർഷാദ് ഉണ്ട്. അങ്ങനെ കുറച്ചധികം ആൾക്കാരും പിന്നെ ലോട്ട്സ് ഓഫ് അധികം ആൾക്കാരൊക്കെ കൂടെ അഭിനയിക്കുന്ന ഒരു പടമാണ്. ഫെവിൻ സിദ്ധാർത്ഥാണ് പടം ഡയറക്റ്റ് ചെയ്തത്. കമ്മിങ് ടു ദ മൂവി പെണ്ണ് കേസ്. ആണുങ്ങൾ പെണ്ണുങ്ങളെ പറ്റിച്ചു അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് അങ്ങനത്തെ ലോട്ട്സ് ഓഫ് കേസുകൾ കേട്ടിട്ടുണ്ട്. ബട്ട് കമ്മിങ് ടു ദിസ് മൂവി, ഇതിനകത്ത് ഒരു പെണ്ണ് ഒരുപാട് ആണുങ്ങളെ പറ്റിക്കുന്നതിന്റെ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. ഇത് ആക്ച്വലി ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണ്. നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർ ഒരുക്കിയ പടമാണ്. അതിനകത്തോട്ട് കുറെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇത് എന്തെങ്കിലും പർപ്പസിന്റെ പുറത്താണോ അതോ അല്ലയോ എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു നല്ല പടമാണ്. അതായത് ഹക്കീം ഒരു പോലീസുകാരനാണ്. അപ്പൊ നിഖില വിമൽ ചെയ്യുന്ന ക്യാരക്ടറാണ് ഈ പറഞ്ഞ പോലെ ഈ ആണുങ്ങളൊക്കെ പറ്റിക്കുന്ന ഒരു ക്യാരക്ടർ. പോലീസ് ഒരു പ്രതി. അപ്പൊ അവർ രണ്ടുപേരെ ആ ഒരു ഇതിലാണ് പടം പറഞ്ഞു പോകുന്നത്. സിനിമയുടെ സ്റ്റാർട്ടിങ് തന്നെ എന്ന് പറയുമ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്തുള്ള ഒരു വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയ്ക്ക്, അതായത് പുള്ളിക്കാരത്തെ പറ്റിച്ചിട്ട് പോയ ഈ ഹസ്ബൻഡ്സിന്റെ എല്ലാവരുടെയും കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അതിനകത്ത് ഒരു ഇതായിട്ടാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇതിന്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് വേറൊരു ട്വിസ്റ്റും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അത് ആക്ച്വലി വേറെ ഒരു മൂവിയുടെ, ഐ തിങ്ക് ഒരു ഹോളിവുഡ് മൂവി ആണെന്നാണ് എൻ്റെ ഒരു അസംഷൻ. ഐ തിങ്ക് സോ. എനിവേ, ആ ഒരു പടത്തിന്റെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ്. എന്തായാലും ക്ലൈമാക്സ് ആക്ച്വലി അങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷയില്ല. പിന്നെ അതുപോലെ ഇതിനകത്ത് ബാലയുടെ ഒരു ചെറിയ ക്യാമറകളൊക്കെ ഉണ്ട്. നമ്മുടെ ബാല ബാലയുടെ ഒക്കെ ചെറിയ ക്യാമറകളൊക്കെ ഉണ്ട്. പടം നൈസാണ്, കണ്ടിരിക്കാം. ഒരു വൺ ടൈം സാധനമാണ്. പെണ്ണ് കേസ് എന്നുള്ളതൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചിരുന്നത് എന്താ പറയുക, കുറച്ച് കേസ്, കോടതി വഴക്ക്, അല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഒരു നീതി കിട്ടുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനം ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ചെന്നപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ പടം കണ്ടപ്പോഴത്തേക്ക് ഇത് അതൊന്നുമല്ല സാധനം. പുള്ളിക്കാരത്ത് നടന്ന് ഇങ്ങനെ കല്യാണം കഴിച്ച് പറ്റിക്കുക. അപ്പം അതിന് എന്തെങ്കിലും കാരണമുണ്ടോ അല്ലെങ്കിൽ കാരണമില്ലയോ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ്, അത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരുന്ന ഒരു കുഞ്ഞു പടമാണ്. ഒട്ടും ബോറാക്കാതെ തന്നെയാണ് എല്ലാവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിഷാരടി ചെയ്ത ക്യാരക്ടറാണ് പിന്നെയും കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഈ കേസിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ലീഡ് കിട്ടുന്നതും. പിന്നെ അതുപോലെ എല്ലാ ഫ്രെയിമിനകത്തും എല്ലാ സീനിയൻസകത്തും അജു വർഗീസിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അജു വർഗീസ്, പിഷാരടിയാണ് ഈ നിഖില വിമലും അല്ലെന്നുണ്ടെങ്കിൽ ഹക്കീമും കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒക്കെ ഇതായിട്ട് സ്ക്രീൻ പ്രസൻസി വരുന്നത്. ബാക്കി എല്ലാവരും ഈ പറഞ്ഞതുപോലെ കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഒരു കുഞ്ഞു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. യെസ് ഗൈസ്, അപ്പോൾ അതാണ് പെണ്ണ് കേസ് എന്ന് പറഞ്ഞ മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രയുള്ള ഗൈസ്, ടാറ്റാ, ബൈ ബൈ.